മോശമായി മാറി എന്നെ ചൂടാകുമ്പോൾ എന്ത് പറ്റി? രാവിലെ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്ന? നിന്റെ സമോസ ആരെങ്കിലും പിടിച്ചു വാങ്ങിയോ? ഇതെന്താണ്? ഇത് പേപ്പർ അല്ലേ? സമോസ ഇല്ലാത്ത നേരത്ത് നീ എന്തിനാ ഈ പേപ്പർ പിടിച്ചിങ്ങനെ നടക്കുന്നേ? എടോ, ഇത് കറണ്ട് ബില്ല 25,000-ന്റെ. ഇത്രയും ചെറിയ പേപ്പറിന് 25,000 രൂപയോ? എടാ, പേപ്പറിന്റെ വിലയല്ല, കറണ്ട് ബില്ലിന്റെ വിലയാ അത്. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെയാ വന്നത്? നിങ്ങൾ തന്നെ നോക്കൂ. AC ഓടിക്കൊണ്ടിരിക്കുന്നു, TV ഓടിക്കൊണ്ടിരിക്കുന്നു, മാത്രമല്ല മൊബൈൽ ഏത് നേരവും ചാർജിലാ. മറ്റുള്ളവര് തട്ടില് നീ കൂടുതലാന്നേ തോന്നൂ. നീ ദിവസം മൈക്രോ മിക്സി ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? അതെ, ഇത് നമ്മളുടെ എല്ലാവരുടെയും തെറ്റാണ്. എല്ലാം നിർത്തും. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? നോ TV, നോ മൊബൈൽ, നോ AC. അവനില്ലാതെ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുവോ? ഇല്ല. സാൽവേ മാഡം, ഈ ബില്ല്. ഓഹോ, പിന്നീട് വാ. എനിക്കിപ്പോ പൂരിയുടെ ഓർഡർ ഫിനിഷ് ചെയ്യണം. പൂരിയോ പ്രാവോ? അയ്യോ, തോറ്റു. പൂരിയുടെ ഓർഡർ ഫിനിഷ് ചെയ്യണമെന്ന്. നിങ്ങൾ ഓഫീസിൽ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ അതെ, ഇതെന്റെ സൈഡ് ബിസിനസ്സാ. ശരി, നിങ്ങൾക്ക് എത്രയും വേണ്ടെന്ന് പറയൂ. ഞാൻ ഹോം ഡെലിവറിയും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സൈഡിൽ ചെയ്തോ? ഇവിടെ വന്നിട്ട് എന്തിനാ അത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇത്തവണ കറണ്ട് ബിൽ ഒരുപാട് കൂടുതലാണല്ലോ. അത് റീഡിംഗ് പ്രോബ്ലം ആയിരിക്കുന്നേ. ചെക്ക് ചെയ്തേക്കാം. എന്നാ ചെക്ക് ചെയ്യൂ. ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ഭർത്താവിന് ടിഫിന്റെ ബിസിനസ്സാ. ഇപ്പൊ പൂരി ഡെലിവറി ചെയ്തില്ലെങ്കിൽ ലോസ് ആയി തീരില്ലേ? പിന്നെ വീട്ടിൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബില്ല് നോക്കണോ, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണോ? അല്ല, നിങ്ങൾക്ക് എത്രയാ പാക്ക് ചെയ്യേണ്ടത്? ഐഡിയ. പൂരി ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതിനുശേഷം നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ. ആ, അത് നല്ല കാര്യം. നിങ്ങൾ ശ്രീവത്സവല്ലേ? മര്യാദയ്ക്ക് ശ്രീന്നും കൂടെ ചേർത്ത് പറയണം. ശ്രീവാസ്തവ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ആ ശ്രീ ഇൻബിൽറ്റ് ആണ്. എക്സ്ട്രാ ഒന്നും കൂടെ ചേർത്ത് പറ. ശ്രീവാസ്തവ് സാറേ, ഞങ്ങള് ബില്ല് കൂടുതലാ വന്നിരിക്കുന്നത്. കൂടുതൽ കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാ. ഒരിക്കലും ഇല്ല. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ബില്ലെടുത്ത് നോക്കൂ, ഇത്രയും വലിയ എമൗണ്ട് ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് കൊറേ പണിയുണ്ട്, പോയിട്ട് പിന്നെ വാ. സാർ കണ്ടില്ലേ, ഞങ്ങള് ചെറിയ പിള്ളേര് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കുക. ഞങ്ങളുടെ പിള്ളേരും ഇപ്പൊ നല്ല ടെൻഷനിലാണ്. അവർക്ക് നാളെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഹലോ സാർ, നിങ്ങൾ പടം വരയ്ക്കുന്നതൊക്കെ വീട്ടിലാവട്ടെ. ഇവിടെ നിങ്ങളെ പണിയെടുക്കേ. ഇവിടെ ഉള്ള പണി ആര് ചെയ്യും? എനിക്ക് എന്റെ പിള്ളേരുടെ കാര്യവും നോക്കണ്ടേ? ഒരൊറ്റ പ്രാവശ്യം ഈ ബില്ലൊന്ന് നോക്കൂ. ഞാൻ ബില്ല് നോക്കി. നിങ്ങൾ നാളെ വാ. നാളെ ബില്ല് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സ്കൂളില് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാനും ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തേ മതിയാവൂ. എന്റെ ദൈവമേ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ കാരണം കുതിരയ്ക്ക് വെക്കാനുള്ള വാല് ഞാൻ അയാൾക്ക് വെച്ചു കൊടുത്തു. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ നാളെ നന്ദു, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എതിരാളി പോലും നിങ്ങൾ ചെയ്തത് ഞങ്ങളോട് ചെയ്യത്തില്ല മാഡം. എനി ഡൗട്ട്? ഞങ്ങൾക്ക് ഈ നന്ദു കാരണം രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. അത് മാത്രമല്ല, അടിയും കിട്ടി. പക്ഷേ ഈ നന്ദു എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാനൊരു ചെറിയ കുഞ്ഞ് ബേബി സിറ്റർ ആണ്. ഞങ്ങള് ബേബി സിറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് നന്ദുവിനെ മാത്രമേ കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ഇന്നലെ ഇവനെ ബേബി സിറ്റിംഗ് ചെയ്തത്. ഓ, എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. എന്നോട് ഡോക്ടറാ പറഞ്ഞത് നല്ല ബേബി സിറ്റർ ഉണ്ടെന്ന്. അത് നന്ദു ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിള്ളേരെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ്? നിങ്ങൾ നന്ദുവിനെ ആയിരുന്നോ ബേബി സിറ്റിങ്ങിന് അയച്ചിരുന്നത്? അതാ നോക്ക്, എന്റെ പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ? എടാ വട്ടം നന്ദു, അത് അവനാ കാരണക്കാരൻ. Come on, big out. നിങ്ങൾ ജോലിയൊന്നും ചെയ്യാതെ എങ്ങോട്ടേ പോകുന്നേ? ഞങ്ങളുടെ റിപ്പോർട്ട് ആരായി എഴുതുക? ഹണി, എന്റെ തല ചൂട് പിടിപ്പിക്കല്ലേ. എന്റെ ജോലി ആപത്തിലാണ്. എന്തു പറ്റി? മുന്നോ സെട്ടിന്റെ കട്ടു കാണാതായിരിക്കുന്നു. അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പണി തീർക്കുന്ന കമ്മീഷണർ പറഞ്ഞു. അല്ലോ, എല്ലാവരും ഗട്ടുവിനെ അന്വേഷിച്ച എന്റെ സ്കൂട്ടർ ആരന്വേഷിക്കും? നിന്റെ സ്കൂട്ടർ എന്തിനെ അന്വേഷിക്കണം? എന്തിനു അന്വേഷിക്കണം എന്ന് വെച്ചാൽ എന്തർത്ഥം? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്ന ഞങ്ങളുടെ സ്കൂട്ടർ കളവ് പോയതല്ലേ അർത്ഥം?
ആദ്യം ഗട്ടുനെ അന്വേഷിക്കാം, പിന്നെ സ്കൂട്ടർ അന്വേഷിക്കാം. ഏ? ഒരു കാമൻ മേന്റെ മര്യാദ ഇല്ല. എന്നാ സേട്ടിന്റെ ഗട്ടുനെ ആദ്യം അന്വേഷിക്കും പോലും. ആഹാ. പറഞ്ഞു ശരിയാ, സ്കൂട്ടർ ഒരു വാഹനമല്ലേ, എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷെ ഗട്ടുനെ ആദ്യം കണ്ടുപിടിക്കണം. ഐഡിയ. സബാഷ്. ഗട്ടുനെ അന്വേഷിക്കാൻ നിങ്ങൾ എനിക്ക് സഹായിക്കുമോ? എത്ര വേഗം ഗട്ടുനെ കിട്ടുന്നോ അത്രയും വേഗത്തിൽ സ്കൂട്ടർ അന്വേഷിക്കുന്ന പണി തുടങ്ങാം. ഓക്കേ. മുന്നസേട്ടിന് ഗുളിയനടുത്ത് സംശയമുണ്ട്. ഏത് ഗുളിക? തലവേദനയുടെ ആണോ അതോ പെപ്പർമിന്റ് ഗുളികയാണോ? ഞാൻ വീണ്ടും വല്ല മണ്ടത്തരവും പറഞ്ഞോ? ഈ കൊരങ്ങന്മാരെങ്ങനെ ഇവിടെ വന്നു? ഇത് സേഠ്ജി വളർത്തുന്ന കൊരങ്ങളാ. കൊരങ്ങളുടെ കാര്യം വിട്ടേക്ക്. എന്റെ ഗഡു അവനെ കിട്ടുമോ ഇല്ലെന്ന് പറ. അതെ, ഞങ്ങൾ ഈ കാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാ. എനിക്കിപ്പോ ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. എന്റെ ഗഡുവിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എല്ലാത്തിനെയും കൊന്നുകളയും. എടാ പാണ്ടാ, ഗട്ടുനെ കണ്ടുപിടിക്കേ. ആദ്യം ഗട്ടുവിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബോട്ടു എന്ന് പറയുന്നോ? അപ്പൊ സ്കൂട്ടർ എപ്പോഴാ അന്വേഷിക്കുക? അതെ, ഇയാള് ഗട്ടുവാണ് ബോട്ട് എന്ന് പറയുന്നത്. ആക്സിഡന്റ് പ്രോബ്ലം. ഒരു പക്ഷെ 24 മണിക്കൂറിൽ എനിക്ക് ഗഡുവിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നെ നിങ്ങളുടെ ഹയർ ഒഫീഷ്യലിനെ കോൾ ചെയ്ത് എല്ലാരെയും സസ്പെൻഡ് ചെയ്യിക്കും. സാറേ, നിങ്ങൾ ആ ഗുളിക ഉള്ള സ്ഥലത്തിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞാ മതി. ചില വേദനകൾ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാ അതിന് മരുന്നേ ഇല്ല. ഇദ്ദേഹത്തിന്റെ വേദന മരുന്ന് മാത്രം മാറ്റില്ല. വാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഞാനിതാ എത്തി. അതെ അതെ, ഞാൻ പ്ലെയിൻ ഓടിക്കായിരുന്നു. ചേടാ ചേടാ, ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു. ശരി ശരി, പറ, എന്താ അർജന്റായ കാര്യം? അയ്യോ, അദ്ദേഹം ഫോണ് ബാത്റൂമിൽ കൊണ്ടുപോയല്ലോ. പറഞ്ഞത് നന്നായി. അയാള് ഫോൺ എടുത്തോണ്ട് മല കയറി വിചാരിച്ച. കിറ്റി, എനിക്ക് വേണ്ടി ഈ ഫോണൊന്ന് ചാർജിലിട്ടേക്ക്. അയ്യോ, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയല്ലോ. നിങ്ങൾ എല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നേ? മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കണ്ണാ സാറിന്റെ അടുത്ത് ലിഫ്റ്റ് വയ്ക്കാൻ വന്നതാ. ഹായ് ഹണി ബണി, ജോർദാർ പോപ്പറ്റ്, എല്ലാവർക്കും സുഖമാണോ? കുളിച്ചു വന്നല്ലോ അദ്ദേഹം. ഇപ്പൊ മെസ്സേജ് വായിക്കാതിരുന്നാ മതി. ഹേയ്, എന്ത് മെസ്സേജ്? മാഡം തന്ന മെസ്സേജാ. അത് അവരുടെ മമ്മിയോട് പറയണം. സോ സാർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? ആഹാ, വരൂ. ഒരു മിനിറ്റ്, ഞാൻ രാവിലെ തൊട്ട് മെസ്സേജ് ഒന്നും ചെക്ക് ചെയ്തില്ല. അതെ, നിങ്ങൾ ഓഫീസിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നു. പോകാൻ വരൂ, വേഗം വരൂ. അതും അല്ല, 090696. ഇതേത് നമ്പറാ? എന്താ നിങ്ങൾ മറന്നുപോയോ? ഇതാണ് നമ്മുടെ മാഡത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതില് മെസ്സേജ് ഇല്ലല്ലോ. എവിടെ കാണിക്ക്? അയ്യോ, കന്ന സാറിന്റെ ഫോണിലേക്ക് കന്ന സാർ തന്നെയാണോ വിളിക്കുന്നത്? ചിലപ്പോഴൊക്കെ മനുഷ്യന്മാർ തന്നെ സംസാരിച്ചോളും. എനി ഡൗട്ട്? ഹലോ ഹണി, നീയാണോ? ശരി, എന്റെ മൊബൈൽ എങ്ങനെ നിന്റെ കയ്യിലെത്തിയേ? അത് പിന്നെ ഞാനത് പിന്നെ പറയാം. ആദ്യം ഇതിന് മറുപടി പറ. നിങ്ങളുടെ ഫോൺ എന്റെ കയ്യിലല്ലേ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ നിങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്? എടാ മണ്ട, എന്റെ അടുത്ത് 2 ഫോണുണ്ട്. നിങ്ങൾ എവിടാ ഉള്ളേ? നിങ്ങൾ എവിടെയാണോ ഞങ്ങളെ വിട്ടത് അവിടെ തന്നെയാ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ തന്നെ നിക്ക്, ഞാൻ ദാ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മെസ്സേജ് മറ്റേ ഫോണിലുണ്ടാകും. അവൻ എന്റെ മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് ഓടുന്നു. അവനെ ഞങ്ങൾ പിടിക്കാം.
ഇപ്പൊ എന്താ? എനിക്ക് ടോയ്ലറ്റിൽ പോണം. എന്നാ പോ. തനിച്ചു പോവാൻ എനിക്ക് പേടിയാ. നിന്നെ ആരാണ് ബേബി സിറ്റർ ആക്കിയത്? ഓ, ഞാൻ തന്നെ ആയതാ. വേഗം വിളിച്ചോണ്ട് പോവോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പോവും. ബാത്റൂം അവിടെ ഉണ്ട്. പോ, ഞാൻ പുറത്ത് നിൽക്കാം. കളിക്കാനുള്ള സമയം വന്നു. ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കും, ഇല്ലെങ്കിൽ നിനക്കൊരു ചവിട്ടങ്ങ് തരും. പിന്നെ നിനക്ക് ഇരിക്കാൻ പോലും പറ്റാതെ ആവും. പറഞ്ഞേക്കാം. ഞാനൊരു ബേബി സിറ്ററാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളാം. കളിക്കുന്നത് ദേഹത്തിന് നല്ലതാ. നിങ്ങൾ സ്ട്രോങ് ആകും. എണീക്കൂ, പോവൂ, കളിക്കൂ. വരൂ, പോയി അന്താക്ഷരി കളിക്കാം. എല്ലാവരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഒളിഞ്ഞിരുന്ന് ഉറങ്ങിക്കോ. നന്ദു തേടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഏയ്, ഞാനും വരട്ടെ. ഏയ്, ഞാൻ വരട്ടെ. ഹേ. 8, 9, 10. ഞാൻ വരട്ടെ. ഓ, എവിടെ പോയിരിക്കാം അവര്? ഇവൻ ബേബി സിറ്റർ അല്ല, മൈൻഡ് ഈറ്റർ ആണ്. തലച്ചോറ് തിന്നുക. ഓ, ഈ പിള്ളേര് ഭയങ്കര വികൃതികളായി. ഇവരെ തനിച്ചാക്കി എങ്ങനെയാ ട്രിപ്പിന് പോകുന്നത്? തുണിക്കടയിലെ ജിലേബി കട ഓപ്പൺ ചെയ്യാൻ പോവാണോ മിസ് കാട്ട്കർ? തനിയെ നിങ്ങൾ തന്നെ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ക്ലാപ്സ് പ്ലീസ്. എന്താ ഒരു തീരുമാനത്തോടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നീ മിസ് കാട്ട്കാറിന്റെ കയ്യില് അടിമേടിക്കാൻ വന്നതാണോ? കണ്ടാൽ മനസ്സിലാവുന്നില്ലേ അവരെന്തുമാത്രം ദേഷ്യത്തിലാ നിൽക്കുന്നതെന്ന്. എന്ത് പറ്റി മിസ് കാട്ട്കർ? ഈ പിള്ളേര് ഭയങ്കര വികൃതികളാണെന്നേ. ഐസുരിക്ക വെള്ളമാവും. അതുപോലെ കുട്ടികൾ എന്തായാലും കുറുമ്പ് കാണിക്കുമല്ലോ അല്ലേ? നോക്കിയേ, നീ എന്തുമാത്രം ക്ലാപ്സ് മേടിക്കും. നീ കഴിഞ്ഞ ജന്മത്തിൽ കവിയോ വല്ലതായിരുന്നു. ഞാൻ എത്ര ടെൻഷനിലാണെങ്കിലും ഇവർക്ക് ആ സമയത്ത് കവിത വരും. നോക്കൂ ഗന്ന സർ, ഞാൻ ഓഫീസിലെ കാര്യത്തിനായി ഒരു ദിവസം പുറത്തു പോയിരുന്നതാ. എനിക്കാണെങ്കിൽ രാത്രി പിള്ളേരെ തനിച്ചാക്കി പോവാനും മടിയാ. അവർ വീട് കൊളാക്കി തരും. വെള്ളം ചൂടാക്കണമെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ചോളൂ. ഇവിടെ വാ, അവർക്ക് വെള്ളമല്ല ചൂടാക്കേണ്ടത്, പിള്ളേരാണ് പ്രശ്നം. നിന്റെ ബുദ്ധിക്ക് കുറച്ച് ജോലി കൊടുക്ക. ചേട്ടാ, എന്റെ കവിത ഒന്ന് പറയാൻ സമ്മതിക്ക്. പ്രോബ്ലം സോൾവ് ആവും. ഒന്ന് വേഗം പറയൂ, എനിക്ക് പോകണം. വെള്ളം ചൂടാക്കണമെങ്കിൽ ഹീറ്റർ വെച്ചോളൂ. പിന്നെ കുട്ടികളെ നോക്കാൻ നിങ്ങൾ ബേബി സിറ്റർ വെച്ചോളൂ. ക്ലാപ്സ് പ്ലീസ്. ബേബി സിറ്റർ, ബേബി സിറ്റർ, ബേബി സിറ്റർ. അതെന്തായാലും കൊള്ളാം. നിങ്ങൾ നല്ല ഐഡിയ നൽകി. എടാ നന്ദു, നീ ട്രെയിനല്ല, പ്ലെയിനും അല്ല, ബാൻഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ആരാ? നീ ഫ്രണ്ട് ആണ്, ഫ്രണ്ട്. ഇന്ന് എല്ലാ ഫ്രണ്ട്സും ചേർന്ന് പാർട്ടി ചെയ്യാം. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. പക്ഷെ ഞാൻ കഴുതയല്ല. അതെ, കഴുത ഞാനാണല്ലോ. അതെ, പക്ഷെ ബണ്ണിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല. ഞാനാണ് ബേബി സിറ്റർ. മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോളൂ. ആദ്യം എല്ലാരും പോയി ഉറങ്ങ്. ഓക്കേ. അല്ല, നീ എന്തായി പ്ലേ ചെയ്യുന്നത്? ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാ. എന്താ, കൊള്ളൂലേ? നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തോന്നുന്നു. മര്യാദയ്ക്ക് ഇത് ഓഫ് ചെയ്യും, ഞങ്ങൾ ഉറങ്ങാൻ വിട്. ലൈറ്റും മ്യൂസിക്കും ഇല്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉറങ്ങി. നന്നായി. അവന്റെ സൗണ്ട് ഷോ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. നിങ്ങൾ തന്ന ബ്രേസ്ലെറ്റിലെ
ആ ഡയമണ്ട് ഫിറ്റേ ആവുന്നില്ല. അപ്പൊ ഖുറാനിലേക്ക് ഫോൺ ചെയ്ത് വേറെ ഡയമണ്ട് വാങ്ങൂ. നാളെ എന്റെ മോൾക്ക് ഡെലിവറി ആണ്. ഇത് ഞാൻ നാളെ അവൾക്ക് പ്രസന്റ് ചെയ്യണം. അതിന് പക്ഷെ നിങ്ങൾ തന്നെയല്ലേ പോയി സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശരി, നിങ്ങൾ വെക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോയി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിട്ട് വരാം. പോയിട്ട് ഒരു കാര്യമില്ല മാഡം, ഡയമണ്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തടങ്ങി നിർത്തും. അവർ ഇത്രയും വലിയ ഡയമണ്ട് മെർച്ചന്റ് കമ്പനി നിങ്ങൾ പറയുന്നത് എങ്ങനെ കേൾക്കും? കാരണം ഏത് ബില്ലും നിങ്ങൾ ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യുന്നില്ലയോ അത് കാഡ്കർ മാഡത്തിന്റേതാണ്. അവരാണ് ആ കമ്പനിയിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്ക്, അവരുടെ ഓഫീസിലേക്ക് പോയാല് പ്യൂൺ മാനേജറുടെ അടുത്ത് അയക്കും, മാനേജർ സെയിൽസ്മാന്റെ അടുത്ത് അയക്കും, സെയിൽസ് മാനേജർ സിഒന്റെ അടുത്ത് അയക്കും. ഇങ്ങനെ ഓരോരാളുടെ ക്യാബിനിൽ കയറി ഇറങ്ങി ഒരു വഴിയാകും. എന്താ ഡെലിവറി ആയോ? അയ്യോ ഇല്ല ശ്രീവാസ്തവ. പറയൂ മാഡം. നോക്കൂ, ഇവരുടെ പ്രോബ്ലം എന്താണെങ്കിലും 5 മിനിറ്റിൽ സോൾവ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ മാഡം. നോക്കൂ മക്കളെ, നിങ്ങൾക്ക് 5 മിനിറ്റ് ഇരിക്കുമ്പോ ബോറടിക്കോ? ബോറടിക്കില്ല, ഞങ്ങൾ വേണമെങ്കിൽ 2 മണിക്കൂറും ചുമ്മാ ഇരിക്കും. അയ്യോ അതെന്താ ബോറടിക്കാത്തത്? ഒരു കാര്യം ചെയ്യൂ, ഈ 5 മിനിറ്റില് നിങ്ങൾ നിങ്ങളുടെ മാഡത്തിന് ഫോൺ ചെയ്ത് എന്റെ ഡയമണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കേ. അത് ശരിയാണ്. മര്യാദയ്ക്ക് എടുത്താൽ നീ പുറത്തു വരൂല. അയ്യോ 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 എന്നെ വെറുതെ വിടൂ. അയ്യോ അയ്യോ അറിയാതെ തെറ്റുപറ്റിപ്പോയതാ. അയ്യോ എന്നെ വെറുതെ വിടണേ. എന്നെ കെട്ടുവോ? ആരായി കെട്ടു? ഓവർ ആക്ടിങ് ചെയ്ത് സത്യം പറഞ്ഞോ? അയ്യോ ഞാൻ ഗോലിയല്ല, ഞാൻ അവന്റെ അനിയൻ റോളിയാണ്. ഇവൻ ഗോലിയല്ല. പിന്നെ താനെന്തിനാണോ ഓടിയത്? അയ്യോ എനിക്ക് പോലീസിനെ കണ്ട പേടിയാ. ഞാനിവർ സ്കൂട്ടറിന് വേണ്ടി വന്നതാണെന്ന് കരുതി. എന്താ റോളി ചേട്ടാ, എവിടുന്നാ നിങ്ങൾക്ക് ഈ ലൊടക്ക് വണ്ടി കിട്ടിയത്? എന്റെ സ്കൂട്ടറിനെ ലൊടക്ക് വണ്ടി എന്ന് പറയോ? ജോർദാൻ, ഇത് ദേഷ്യപ്പെടേണ്ട സമയമല്ല, സന്തോഷിക്കേണ്ട സമയമാണ്. നിന്റെ സ്കൂട്ടർ കിട്ടിയിരിക്കുന്നു. എനി ഡൗട്ട്? പക്ഷെ ഗട്ടു കിട്ടിയില്ല. ഗുളിയ എവിടെ? അവനാ ഗുളിയെ രക്ഷിക്കും ബന്നി. അവനെന്തെങ്കിലും പറ്റിയ ഗട്ടുവോ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചു. അയ്യോ, ആ കൊരങ്ങന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, നോക്കിക്കേ. അതാണ് എന്റെ ഗട്ടു. പോയി പിടിക്കാവനെ. ആര് വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പാവകളും കൊണ്ടുവരൂ. ഇപ്പൊ ഫ്രൂട്ട്സ് വലിച്ചെറിയൂ. എന്റെ അമ്മച്ചി, ബണ്ണി, ഞങ്ങൾ എന്തിനാ നീ ഇങ്ങനെ ഏറ് ഒരു കൊള്ളിക്കുന്നത്? മിനിറ്റ്, വേറൊരു ഐഡിയ ഉണ്ട്. ഇത് ചീറ്റിങ്ങാ. പൊതുവെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുരങ്ങും ചെയ്യാറ്. ഇത് വെച്ച് എന്റെ തെളിഞ്ഞു എന്ന് വെച്ചാ തലച്ചോറ് പൂച്ചയ്ക്ക് മാത്രമല്ല കുരങ്ങന്മാർക്കും ഉണ്ടെന്നാണ്. എനി ഡൗട്ട്? ഹണി, ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ.
കന്നാ സാറിന് അദ്ദേഹത്തിന്റെ കവിത മോശമായിരുന്നു എന്ന് മെസ്സേജ് ചെയ്യേ. ആ, ഇല്ല ഇല്ല ഇല്ല, കണ്ണാ സാർ എന്തെങ്കിലും വിചാരിക്കും. പേടി പേടി ആ, എനിക്ക് പേടിയൊന്നുമില്ല. നീ പേടിത്തോട്ടം തന്നെയാ, നിനക്കൊരു മെസ്സേജ് പോലും അയക്കാൻ പറ്റുന്നില്ലല്ലോ. വിട്ടേക്കടോ, ഇവനെ കൊണ്ട് കഴിയില്ല. എന്നെ കൊണ്ട് പറ്റും, ഞാനും കളിക്കും. എന്നാ മെസ്സേജ് ചെയ്യ് പേടിത്തൊണ്ടൻ. ആ, ഞാൻ പേടിത്തൊണ്ടനല്ല. ഇതാ മെസ്സേജ് അയച്ചു. താ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത്ര നേരം എന്താ ടൈപ്പ് ചെയ്തോണ്ടിരുന്നേ? കണ്ണാ സാർ, നിങ്ങളുടെ കവിത വളരെ മോശം. അത് കേൾക്കുമ്പോ നിങ്ങളുടെ കഴുത്ത് പിടിച്ച് അമർത്തണം എന്ന് തോന്നും. കോളനിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഒരു ബോറാ. നിങ്ങൾ നിങ്ങളെ കവിത ചൊല്ലലൊന്ന് നിർത്തൂ, അല്ലെങ്കിൽ ജനങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യും. അതെ, നീ എന്ത് കാര്യം ചെയ്തേ? ഡേർ. അളവ് കഴിഞ്ഞു പോയ അമൃതം വിഷമാക്കും. ഡയറും കൂടെ. എനി ഡൗട്ട്? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ പേടിത്തൊണ്ടനാണെന്ന്? ഇപ്പൊ നോക്കിക്കേ ഞാൻ എത്രമാത്രം എഴുതിയതെന്ന്.